ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കീ അക്കാദമി. ഇപ്പോൾ മാസ്റ്റർ കീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലേ, അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം പലരെ ഇങ്ങനെ എന്താണ് കുറച്ചധികം പേടിയൊക്കെ ഉള്ള ഒരു സബ്ജക്റ്റാണ്. ഇതെങ്ങനെ പഠിക്കും എന്നൊക്കെയുള്ള കാര്യത്തിൽ. പക്ഷേ അക്കൗണ്ടിങ് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. അത് നമ്മൾ കൊമേഴ്സ് സ്ട്രീം അല്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ എന്താണ് മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, നമ്മൾ സ്റ്റാറ്റിക്സ് ആയിക്കോട്ടെ, നമുക്ക് എന്താണ് ഈ ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് പഠിച്ചു പോകാനായിട്ട് പറ്റും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകണം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകണം. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് പണ്ട് കാലത്തൊക്കെ എന്താണ് നമ്മൾ ഈ ബിസിനസ് കണ്ടക്ട് ചെയ്തിരുന്നു അല്ലെ. പണ്ട് കാലത്തും എന്തുണ്ടായിരുന്നു, ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പോലെ എല്ലാ ട്രാൻസാക്ഷനുകളും അല്ലെങ്കിൽ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളും ഒക്കെ എഴുതി തയ്യാറാക്കിയൊക്കെ ആയിരുന്നു പോയിരുന്നത്. അല്ല, പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? അതായത് ചിലപ്പോൾ ഈ പൈസയുടെയൊക്കെ ഒരു മൂല്യം വരുന്നതിന് മുമ്പ്, അതായത് എന്താണ് കറൻസി ഒക്കെ കണ്ടുപിടിക്കുന്നതിനൊക്കെ മുമ്പ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അതെങ്ങനെയായിരുന്നു? സാധനങ്ങൾ കൊടുത്തിട്ട് സാധനങ്ങൾ തന്നെ വാങ്ങും. നമ്മൾ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ബാർട്ടർ സിസ്റ്റത്തെ കുറിച്ചൊക്കെ. പക്ഷെ പണം വന്നതിന് ശേഷം എന്താണ് നമുക്ക് ആ ഒരു പണത്തിൻ്റെ മൂല്യം അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാനായിട്ടൊക്കെ തുടങ്ങി. അതിനോടനുബന്ധിച്ച് നമ്മൾ എന്ത് തുടങ്ങി? ബിസിനസ്സുകൾ തുടങ്ങി. സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെയുള്ള ബിസിനസ്സുകൾ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴാണ് എന്തിന് പ്രാധാന്യമുണ്ടായത്? അക്കൗണ്ടിങ് എന്ന് പറയുന്ന കാര്യത്തിന് പ്രാധാന്യമുണ്ടായത്. ഈ അക്കൗണ്ടിങ്ങിനെ പ്രധാനമായിട്ടും ഈ അക്കൗണ്ടിങ്ങിനെ ഒന്ന് പോപ്പുലറൈസ് ചെയ്തത് അല്ലെ, അതിൻ്റെ ഒരു ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ആരാണ്? ലൂക്ക പാസിയോളി. അപ്പം നമ്മൾ ബേസിൽ നിന്ന് തുടങ്ങുകയാണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ ആരാണ്? ഫാദർ ഓഫ് മോഡേൺ അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്ന ആളാണ് ആരാണ്? നിങ്ങൾ കൃത്യമായി ഓർത്ത് വെച്ചോണം. ലൂക്ക പാസിയോളി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എന്ത്? ഫാദർ ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ലൂക്ക പാസിയോളി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഒന്ന് ഓർത്ത് വെച്ചോണം. 1445 മുതൽ 1510 വരെ ഇറ്റലിയിലായിരുന്നു. ഒരു ഇറ്റലിയനായിരുന്നു ആരെന്ന് പറയുന്നത്? ലൂക്ക പാസിയോളി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് എത്രയാണ്? 1445 മുതൽ 1510 വരെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന ആരെന്നാണ്? ഫാദർ ഓഫ് മോഡേൺ അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന ആളാണ് ആര്? ലൂക്ക പാസിയോളി. ഇപ്പം തന്നെ മനഃപ്പാഠമാക്കുക കേട്ടോ. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അദ്ദേഹം പബ്ലിഷ് ചെയ്ത ബുക്കാണ് പബ്ലിഷ്ഡ് ബുക്ക് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ലൂക്ക പാസിയോളിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഏതെന്ന് പറയുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഏത് വർഷമാണ് അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തത്? എന്താണ്? 1494 അല്ലെ, 1494 1494 അദ്ദേഹം എന്ത് ചെയ്തത്? ഈ ഒരു ബുക്ക് എന്ത് ചെയ്തത്? പബ്ലിഷ് ചെയ്ത്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ആരുടെ ബുക്കാണ്? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഡബിൾ എൻട്രി സിസ്റ്റം എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബുക്ക് ആരെഴുതിയതാണ്? ലൂക്ക പാസിയോളിയുടേതാണ്. അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തത് ഏത് വർഷമാണ്? 1494. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഏതാണ്? 1445 മുതൽ 1510 വരെയുള്ള കാലഘട്ടമായിരുന്നു ആരുടേത്? ലൂക്ക പാസിയോളിയുടേത്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ലൂക്ക പാസിയോളി ആരാണ്? ഫാദർ ഓഫ് മോഡേൺ അക്കൗണ്ടിങ്. Accounting is referred to as the language of business. ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആയിട്ടാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്നത്? അക്കൗണ്ടിങ്ങിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പം PSCയുടെ ഒക്കെ ഒരു പാറ്റേൺ അനുസരിച്ച് അവർ ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട് അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ, അല്ലെങ്കിൽ ഒരു അസേർഷൻ റീസൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരാറുണ്ട്, മാത്സ് ഫോളോയിങ് ആയിട്ടുള്ള വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ തരാൻ സാധ്യതയുണ്ട് അല്ലേ. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്താണ്? അക്കൗണ്ടിങ് ഈസ് റെഫേർഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ് അക്കൗണ്ടിങ് തരാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് വേറൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരാൻ എന്താണ് ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് അറിയപ്പെടുന്നത് ഫിനാൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകളായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? ബിസിനസിന്റെ ലാംഗ്വേജ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ബിസിനസിന്റെ ലാംഗ്വേജ് എന്ന് അക്കൗണ്ടിങ്ങിനെ പറയുന്നത്? നമുക്കറിയാം, ഏതൊരു ഇടപാട് നടന്നാലും അത് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്തിൽ? അക്കൗണ്ടിങ്ങിലൂടെ അല്ലേ. അക്കൗണ്ടിങ്ങിലൂടെ പ്രോപ്പറായിട്ട് എന്ത് ഇടപാട്, ഒരു ബിസിനസ്
ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, ബിസിനസ്സിൽ ഒരു ഇടപാടുകൾ നടന്നു കഴിഞ്ഞാൽ, സാധനങ്ങൾ വാങ്ങുകയോ സാധനങ്ങൾ വിൽക്കുകയോ അങ്ങനെയുള്ള എന്ത് തരത്തിലുള്ള ഇടപാടുകൾ ഒരു ബിസിനസ്സിൽ നടന്നാലും അത് നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് എന്നാണ് എന്തിനെ അറിയപ്പെടുന്നത്? അക്കൗണ്ടിങ്ങിനെ അറിയപ്പെടുന്നത്. ഓർത്ത് വെച്ചോണം, അക്കൗണ്ടിങ് ഈസ് റെഫേർഡ് ടു ആസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ്. മക്കളെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചോണം. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് ബുക്ക് കീപ്പിംഗ്. അപ്പോൾ അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിങ്ങും രണ്ട് ടേമുകളാണ്. എല്ലാവരും ഓർക്കും എന്താണ് അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിങ്ങും ഒന്നാണെന്ന്. പക്ഷേ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ്, ഇപ്പോൾ ഒരു സാധനം ഒരാൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി, ജസ്റ്റ് അത് മാത്രം എന്ത് ചെയ്യാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്. അതായത് നമുക്ക് എന്താണ് പൈസ തരാനുള്ളവർ, ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രാമു വന്നിട്ട് 10 മുട്ട ആരുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി, എന്താണ് ആജിത്തിൻ്റെ കയ്യിൽ നിന്ന് 10 മുട്ട രാമു വന്ന് മേടിച്ചുകൊണ്ട് പോയി. രാമു എന്ത് കൊടുത്തില്ല? പൈസ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ രാമുവിൻ്റെ പേരൊന്ന് ജസ്റ്റ് അവരെന്ത് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചു എന്നാണ് അടുത്ത ദിവസം പൈസ തരാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ക്രെഡിറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷനുകൾ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോപ്പർ വേയിലൊന്നും അല്ലാതെ എന്താണ് ട്രാൻസാക്ഷനുകളെല്ലാം എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക ഒന്നും ഇതിൻ്റെ അകത്ത് ചെയ്യുന്നില്ല, ഈ ഒരു ബുക്ക് കീപ്പിങ്ങിൻ്റെ അകത്ത് ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം എന്താണ് ബുക്ക് കീപ്പിംഗ് എന്നുള്ളത്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഇവിടെ ബുക്ക് കീപ്പിംഗ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. സെറ്റ് ഓഫ് ബുക്സിൻ്റെ അകത്ത് എന്ത് ചെയ്യുകയാണ്, റെക്കോർഡ് ചെയ്യുകയാണ്. ബിസിനസ് ട്രാൻസാക്ഷനുകൾ ജസ്റ്റ് എന്ത് ചെയ്യുകയാണ്, റെക്കോർഡ് ചെയ്ത് മാത്രം വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ദ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈസ് കോൾഡ് ബുക്ക് കീപ്പിംഗ്. അതായത് ഒരു ബുക്കിൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുകയാണ്, റെക്കോർഡ് ചെയ്യുകയാണ്. ട്രാൻസാക്ഷനുകൾ ജസ്റ്റ് എന്ത് ചെയ്യുകയാണ്, റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ, ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുള്ളൂ. അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുന്നോ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നോ ഒന്നുമില്ല. എന്ത് ചെയ്യുകയാണ്, ആ ഒരു ട്രാൻസാക്ഷൻ നടന്നു, ആ ഒരു ഇടപാട് നടന്നു കഴിഞ്ഞാൽ അത് അന്നേരം എന്ത് ചെയ്യുകയാണ്, ഒരു ബുക്സിലോട്ട് അങ്ങ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം, ബുക്ക് കീപ്പിംഗ് എന്ന് പറയാം. എന്നാൽ നമുക്ക് നോക്കാം അക്കൗണ്ടിങ് എന്താണെന്ന്. അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്താണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ്, ഓർത്ത് വെച്ചോണേ, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് എന്തിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, classifying, summarizing in a significant manner in a terms of money, transactions and events which are in part of at least a financial character, interpreting the result thereof. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്. ആർട്ട് ഓഫ് എന്തൊക്കെ ചെയ്യുന്നതാണ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ, പണപരമായിട്ടുള്ള ഇടപാടുകൾ, അതായത് മോണിറ്ററി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഇടപാടുകളെല്ലാം എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്യുകയും അത് പിന്നീട് ക്ലാസിഫൈ ചെയ്യുകയും അത് പിന്നീട് സമ്മറൈസ് ചെയ്യുകയും ഈ പണപരമായിട്ടുള്ള ട്രാൻസാക്ഷനുകളും ഇവൻസുകളും എല്ലാം പിന്നീട് എന്ത് ചെയ്യാണ്, ഇന്റർപ്രറ്റ് ചെയ്യുകയും അതിൽ നിന്ന് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ആയിട്ട് നടക്കുന്ന, അതായത് നമ്മൾ സാധനം മേടിച്ചു പൈസ കൊടുത്തുള്ള ട്രാൻസാക്ഷനുകൾ ഒരുപാടുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് കടമായിട്ട് വാങ്ങുന്ന ട്രാൻസാക്ഷനുകൾ ഉണ്ടായിരിക്കും, പർച്ചേസ് ചെയ്യുന്ന ട്രാൻസാക്ഷനുകൾ ഉണ്ടായിരിക്കും, സെയിൽ നടത്തുന്ന ട്രാൻസാക്ഷനുകൾ ഉണ്ടായിരിക്കും, എക്സ്പെൻസുകൾ പേ ചെയ്യുന്ന, അല്ലേ, നമുക്കുണ്ടാകുന്ന എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷനുകൾ. ഇതിനെല്ലാം എന്താണ് ഓരോ പ്രോപ്പർ ഹെഡിലാക്കി പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് ഓരോന്നിൽ നിന്നുമുള്ള എന്താണ് ഓരോന്നിനെയും ഇൻ്റർപ്രറ്റ് ചെയ്ത് ഓരോന്നിൽ നിന്നുമുള്ള റിസൾട്ടൊക്കെ കണ്ടെത്തുകയൊക്കെയാണ് ഇതിലൂടെ ചെയ്യുന്നത്, അക്കൗണ്ടിങ്ങിലൂടെ ചെയ്യുന്നത്. ബുക്ക് കീപ്പിംഗ് ജസ്റ്റ് എന്ത് മാത്രമേ ഉള്ളൂ, ഇതെല്ലാം ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എന്ത് വരുന്നില്ല, പ്രോപ്പറായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഒന്നും വരുന്നില്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം കേട്ടോ മക്കളെ. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മളോടൊപ്പം തന്നെ പഠിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഈ അക്കൗണ്ടിങ് ഇങ്ങനെ പ്രോപ്പറായിട്ട് അക്കൗണ്ടിങ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഫേം അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് അക്കൗണ്ടിങ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്.
ചോദിച്ചിട്ടുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം എന്തെല്ലാമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള കാര്യം. എന്തെല്ലാമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? കീപ്പിംഗ് ദ റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. നമ്മൾ പറഞ്ഞു ബിസിനസ്സിൽ എന്താണ്, ഒരുപാട് ഇടപാടുകൾ ഉണ്ടാകാറുണ്ട്, സെയിൽ നടക്കാറുണ്ട്, എക്സ്പെൻസ് പേ ചെയ്യാറുണ്ട്, ഇൻകം ജനറേറ്റ് ചെയ്യാറുണ്ട് അല്ലേ, കമ്മീഷനൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ കമ്മീഷനിലൂടെയൊക്കെ ഇൻകം കിട്ടാറില്ലേ. അപ്പോൾ അതുപോലെയുള്ള ഇൻകംസ് ഏർണിങ്സ് ജനറേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്, പർച്ചേസ് ചെയ്യാറുണ്ട്, ഓൾഡ് അസറ്റുകൾ സെയിൽ ചെയ്യാറുണ്ട്, റീസെയിൽ ചെയ്യാറുണ്ട്, റിപ്പയർസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ട്രാൻസാക്ഷനുകൾ എവിടെ നടക്കുന്നുണ്ട്? അക്കൗണ്ടിങ് നമ്മുടെ ഒരു ബിസിനസ് ഫേംസിൽ നടക്കുന്നുണ്ട്. അതിനെയെല്ലാം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുകയാണ്? റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യമാണ് അല്ലേ. എന്നാൽ മാത്രമല്ലേ ഉള്ളൂ ആ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പം പ്രോപ്പറായിട്ട് ഒരു ബിസിനസ്സിൽ നടക്കുന്ന പണപരമായിട്ടുള്ള എല്ലാ ഇടപാടുകളും റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. കൃത്യമായി മനസ്സിലാക്കി കീപ്പിംഗ് ദ റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, ബിസിനസ് ട്രാൻസാക്ഷൻ എല്ലാം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലേ. ഒരു അക്കൗണ്ടിങ് ചെയ്യുന്നതിന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണോ ആ ബിസിനസ്സിന് ഉണ്ടായേക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അല്ലേ. ഒരു ഫേമിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അല്ലേ. ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇവർ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ലേ, ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ലേ നമ്മൾ ബിസിനസ് നടത്തത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു ബിസിനസ് നടത്തുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ ഉണ്ടായത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്തവിടെ നടത്തണം? പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് നടത്തണം. ഓരോ ട്രാൻസാക്ഷനും കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്താലല്ലേ മക്കളെ അറിയാൻ പറ്റത്തുള്ളൂ ഇവർക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായെന്ന്. സെയിൽ എത്ര നടന്നു, പർച്ചേസ് എത്ര നടന്നു, സെയിലിൽ നിന്ന് എത്രത്തോളം ലാഭം കിട്ടി, അത് നമ്മളുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാലല്ലേ നമുക്ക് അവിടെ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വേണം? അക്കൗണ്ടിങ് വേണം. അക്കൗണ്ടിങ് പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് അസർടൈൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? പ്രോഫിറ്റ് ഓർ ലോസ് അസർടൈൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഫിനാൻഷ്യൽ ഇയറിൽ, ഒരു വർഷം, ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഒരു 1 ഇയർ, ആ ഒരു 1 ഇയറിൽ അവർ എന്ത് നടത്താറുണ്ട്? ഒരു ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അക്കൗണ്ടുകൾ ചേരുന്നതാണ്. ഏതൊക്കെയാണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും രണ്ടാമത്തേത് ഏതാണ്? ബാലൻസ് ഷീറ്റും. 2 അക്കൗണ്ടുകൾ ചേരുന്നതാണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ ഫൈനൽ അക്കൗണ്ട്സിലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ ഫൈനൽ അക്കൗണ്ട്സ്. ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് പറഞ്ഞപ്പോഴത്തേക്കിന് അല്ലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഒരു ഫേം അസർടൈൻ ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്, അല്ലെ ഒരു അക്കൗണ്ടിങ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മൾ ഒരു വർഷം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എൻഡ് ആകുമ്പോഴത്തേക്കിന് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നും ബാലൻസ് ഷീറ്റിനെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും അറിയപ്പെടുന്നത്. എങ്ങനെയാണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ എന്തെന്ന് അറിയപ്പെടുന്നത് മക്കളെ? ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നും ബാലൻസ് ഷീറ്റിനെ എന്താ അറിയപ്പെടുന്നത്? പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇവർ എന്ത് മനസ്സിലാക്കും? ഒരു ബിസിനസ് എന്ത് മനസ്സിലാക്കും? ആ ബിസിനസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ പോകുന്നതെന്ന് മനസ്സിലാവും. ഓർത്തു വെക്കുക, ഒരു വർഷത്തിന് അവസാനമാകുമ്പോൾ അവർ എന്ത് പ്രിപ്പയർ ചെയ്യും? ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൂടി ചേരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ആ ഫൈനൽ അക്കൗണ്ട്സിലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് അസർടൈൻ ചെയ്യും? പ്രോഫിറ്റ് ഓർ ലോസസ് ഓഫ് എ ഫേം. ആ ഫേമിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകും. അതായത് ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാകും. ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാകാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്?
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കാൻ, ഫിനാൻഷ്യൽ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫേം പ്രോഫിറ്റിലാണോ ലോസിലാണോ പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, നെറ്റ് ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ്. എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്മൾ ആ ഫൈനൽ അക്കൗണ്ട്സ് വരുന്ന അടുത്തൊരു പാർട്ടാണ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കമ്പനി അല്ലെങ്കിൽ ആ ഫേം അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ, അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ് നമ്മൾ ഒരു ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്കിന് ആ ഒരു വർഷത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കിന് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് അല്ലേ, ബാലൻസ് ഷീറ്റും കൂടി ചേരുന്നതാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും, ബാലൻസ് ഷീറ്റിനെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് അസർട്ടൈൻ ചെയ്യും, നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്, ആ ഒരു ഫേമിന് എത്രത്തോളം പ്രോഫിറ്റ് അല്ലെങ്കിൽ എത്രത്തോളം ലോസ് ഉണ്ടെന്ന് മനസ്സിലാക്കും. ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ പൊസിഷൻ, ആ ഒരു ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, ആ ഫേം സൗണ്ട് ആയിട്ടുള്ള ഫേം ആണോ, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ, ഇങ്ങനെയുള്ള ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാക്ക് ടു ദ എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവിൻ്റെ അകത്ത് ആദ്യം പറഞ്ഞ എന്തായിരുന്നു, അതാണ് കീപ്പിംഗ് ദ റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷനുകൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക. രണ്ടാമതായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, അസർട്ടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, പ്രോഫിറ്റും ലോസും എന്ത് ചെയ്യുക, അസർട്ടൈൻ ചെയ്യുക. അടുത്ത എന്താണ്, അസർട്ടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, സ്റ്റേബിൾ ആയിട്ടാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ലാസ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ്. നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ് പ്രൊവൈഡിംഗ് ദ മീനിങ് ഇൻഫർമേഷൻ. നമ്മൾ ഇങ്ങനെ എല്ലാ അക്കൗണ്ടുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, അതായത് പ്രോഫിറ്റ് ഓർ ലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തി അതിനുശേഷം എന്താണ് പ്രൊവൈഡിങ് ദ മീനിങ് ഇൻഫർമേഷൻ. ഈ കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾസ് വിത്ത് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ട് അല്ലെ ബിസിനസ്സിനോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആരൊക്കെയാണ്, ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് എംപ്ലോയീസ് ഉണ്ട്, അങ്ങനെയുള്ള ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം എന്താണ് ബിസിനസ്സുമായിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ്. ഇവർക്ക് എന്ത് ചെയ്യുക, ഈ ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പ്രൊവൈഡിംഗ് ദ മീനിങ് ഇൻഫർമേഷൻ ടു ദ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾസ് വിത്ത് ഇൻട്രസ്റ്റ് ഇൻ ദ ബിസിനസ്. ബിസിനസ്സുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അതുപോലെ ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, മറ്റ് എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം എന്ത് കൊടുക്കുക, ഈ ഇൻഫർമേഷൻ കൊടുക്കുക. ഇവരെല്ലാം കൂടി ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ ഒന്നിച്ച് പറയാം സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് അല്ല, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. അതായത് ബിസിനസ്സിനോട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന, ബിസിനസ്സിനോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന അത്തരത്തിലുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കുക, ഇൻഫർമേഷൻ പാസ് ചെയ്യുക. ഇത്രയുമാണ് എന്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, നമ്മളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മാറിപ്പോകരുത്, കൃത്യമായി മനസ്സിലാക്കിക്കോണം. നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏത്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചോണം. സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക, ബിസിനസ് ട്രാൻസാക്ഷനുകളെല്ലാം റെക്കോർഡ് ചെയ്യണം, ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്നാ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ബിസിനസ്സിന് എത്രത്തോളം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടായി എന്ന് അസർട്ടൈൻ ചെയ്യണം. മൂന്നാമത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ, ഫിനാൻഷ്യലി സ്ട്രോങ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. നാലാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് എന്താണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷനുകൾ അത് എന്താണ് പ്രോപ്പറായിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, അതായത് കമ്പനിയുമായിട്ട് നേരിട്ട് നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ എന്ത് ചെയ്യുക, അറിയിക്കുക, മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയിക്കുക. ഇത് 4 എണ്ണമാണ് എന്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്ത് ചെയ്തോണം, കൃത്യമായിട്ട് പഠിച്ച് വെച്ചോണം അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം, അക്കൗണ്ടിങ് ബിഗിൻസ് വെയർ ബുക്ക് കീപ്പിംഗ് എൻഡ്. അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്നിടത്താണ്. കൃത്യമായി മനസ്സിലാക്കണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും, അക്കൗണ്ടിങ് എവിടെയാണ് തുടങ്ങുന്നത്, അക്കൗണ്ടിങ് തുടങ്ങുന്നത് എവിടെയാണ്,
ബുക്ക് കീപ്പിംഗ് അവസാനിപ്പിക്കുന്നിടത്താണ് എന്ത് തുടങ്ങുന്നത്? അക്കൗണ്ടിങ് തുടങ്ങുന്നത്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് റെക്കോർഡിംഗ് മാത്രമല്ലേ ഉള്ളൂ. അക്കൗണ്ടിങ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിങ് ആകുമ്പം റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക മാത്രമാണോ? അവയെ എന്ത് ചെയ്യും? അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് അല്ലെ. ക്ലാസിഫൈ ചെയ്ത്, സമ്മറൈസ് ചെയ്ത്, അനലൈസ് ചെയ്ത്, ഇന്റർപ്രറ്റ് ചെയ്ത് അതിനൊരു റിസൾട്ടിലേക്ക് എത്തിക്കുകയാണ് ഇത് ചെയ്യുന്നത്, അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തിന്റെ എൻഡിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബുക്ക് കീപ്പിംഗിന്റെ എൻഡിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യും? അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യും. കൃത്യമായി മനസ്സിലാക്കി വെച്ചോണം. ബുക്ക് കീപ്പിംഗിന്റെ എൻഡിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യും? അക്കൗണ്ടിങ്ങിന് തുടക്കമായി അല്ലെ. ബുക്ക് കീപ്പിംഗ് തീരുന്നിടത്ത് അക്കൗണ്ടിങ് തുടക്കമായി. ഓർത്തു വെച്ചോണം. ബുക്ക് കീപ്പിംഗ് തീരുന്നിടത്ത് അക്കൗണ്ടിങ് തുടക്കമായി. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ടിങ് തീരുന്നിടത്ത് ഓഡിറ്റിംഗ് തുടക്കമായി. ഓഡിറ്റിംഗ് ബിഗിൻസ് വേർ ദ അക്കൗണ്ടിംഗ് എൻഡ്. അക്കൗണ്ടിംഗ് തീരുന്നിടത്ത് എന്തിന് തുടക്കമായി? ഓഡിറ്റിങ്ങിന് തുടക്കമായി. ഓർത്തു വെച്ചോണം. ബുക്ക് കീപ്പിംഗ് തീരുന്നിടത്ത് അക്കൗണ്ടിങ്ങിന് തുടക്കമായി. അക്കൗണ്ടിങ് തീരുന്നിടത്ത് ഓഡിറ്റിങ്ങിന് തുടക്കമായി. ഓർത്ത് വെച്ചോണം അല്ലേ. നമ്മൾ പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്ത് പ്രോഫിറ്റും ലോസും കണ്ടുപിടിച്ച് ഫിനാൻഷ്യൽ പൊസിഷനും ഒക്കെ കണ്ടുപിടിച്ച് റിസൾട്ട് ആക്കി വെക്കുമ്പോഴല്ലേ ഓഡിറ്റർ വന്ന് എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും പോരായ്മയുണ്ടോ, എന്തെങ്കിലും മാൻ പ്രാക്ടീസസ് നടത്തിയിട്ടുണ്ടോ, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക. എങ്ങനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബുക്ക് കീപ്പിംഗ് എന്താണ് നമ്മൾ പറഞ്ഞു? ബുക്ക് കീപ്പിംഗ് തീരുന്നിടത്താണ് എന്ത് തുടങ്ങുന്നത്? അക്കൗണ്ടിങ് തുടങ്ങുന്നത്. അക്കൗണ്ടിങ് തീരുന്നിടത്താണ് എന്ത് തുടങ്ങുന്നത്? ഓഡിറ്റിംഗ് തുടങ്ങുന്നത്. മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോണം, കൃത്യമായിട്ട് ഓർത്തും ഇരുന്നോണം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത നമുക്ക് നോക്കാം ഇന്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. നമുക്കറിയാം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഒരുപാട് പേർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് ആവശ്യമായിട്ട് വരും. ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ നമ്മൾ പറഞ്ഞിരുന്നു പേര് എന്താണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് അല്ല, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. അവർ ഒന്നിച്ച് പറയുന്നതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ഓർത്ത് വെക്കുക, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ള ആളുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇന്റേണൽ യൂസേഴ്സ് എന്നും എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നും. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ ഇന്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. താഴെ പറയുന്നവയിൽ ഇന്റേണൽ യൂസേഴ്സ് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ ഇന്റേണൽ യൂസേഴ്സ് ആയിട്ടുള്ളവർ ആരൊക്കെ? താഴെ പറയുന്നവയിൽ അക്കൗണ്ടിങ്ങിന്റെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആയിട്ടുള്ളത് ആരൊക്കെ? അല്ലെങ്കിൽ എന്താണ് ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് തരാം? താഴെ 3-4 തരാം. 3 ഇന്റേണലും ഒരു എക്സ്റ്റേണലും തരാം. അപ്പം അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചോണം. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റേണൽ ആയിട്ട് ഒരു ഓർഗനൈസേഷൻ അകത്ത് നിന്നുകൊണ്ട് അല്ലെ അകത്തുള്ള ആളുകൾ ഈ അക്കൗണ്ടിങ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകളെയാണ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് ബിസിനസ്സിന് പുറത്ത് നിന്നിട്ടും അവർക്ക് എന്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട്? അക്കൗണ്ടിങ് ഇൻഫർമേഷനുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിലുള്ള ആളുകളെയാണ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇന്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. മാനേജ്മെന്റ്, ഒരു ബിസിനസിന്റെ മാനേജ്മെന്റിന് എന്താവശ്യമാണ്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് വാങ്ങുന്നത്? പ്രോപ്പറായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ അല്ലെ. ഇതിനൊക്കെ അവർക്ക് എന്താവശ്യമാണ്? അക്കൗണ്ടിങ് വേണം. എവിടെയെങ്കിലും കൂടുതലായിട്ട് അവരുടെ ഫണ്ട് വേസ്റ്റ് ആകുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതാണ് പ്രൊഡക്റ്റീവ് അല്ലാത്ത സെക്ടർ, എവിടെ നിന്നാണ് നമുക്ക് കൂടുതൽ ലാഭം കിട്ടുന്നത്, ഏറ്റവും ലാഭമുള്ള ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെക്ടർ ഏതാണ്, ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? പ്രോപ്പറായിട്ട് ഓരോ സെക്ഷനിൽ നിന്നുമുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷനുകൾ ആർക്ക് കിട്ടണം? മാനേജ്മെന്റ് കിട്ടിയാലേ അവർക്ക് പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് വരത്തുള്ളൂ, അവർക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് വരത്തുള്ളൂ. അപ്പം അക്കൗണ്ടിങ്ങിൻ്റെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു യൂസറാണ് ആരെന്ന് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമതാണ് എംപ്ലോയീസ്. ഇന്റേണൽ ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് ആണ് എംപ്ലോയീസ്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് ഒരു ഫേം, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് ഒരു എംപ്ലോയി, എത്രത്തോളം ആ ഒരു കമ്പനിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം ഉണ്ട്, അയാളിൽ നിന്ന് എത്രത്തോളം കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ എംപ്ലോയിക്കും ആ ഓർഗനൈസേഷനിൽ എത്രത്തോളം അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കൗണ്ടിങ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. ഒരു ക്ലർക്ക്, ആ ക്ലർക്കിന് കൊടുക്കുന്ന സാലറി ഇപ്പൊ ഇത്ര രൂപ, അതായത് 50,000 രൂപ ഒരു ക്ലർക്കിന് സാലറി ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് വെക്കുക. അയാൾ അതിനുള്ള വർക്ക് അവിടെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ചെയ്യണം അല്ലെ. അയാൾക്ക് കൊടുത്തേക്കുന്ന, അയാൾക്ക് എക്സ്പെൻസ് അല്ലേ, നമ്മളെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് അല്ലേ സാലറി പെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ സാലറി അയാൾക്ക് പേ ചെയ്യുമ്പോൾ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യുവാനുള്ള എഫേർട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടോ, അത് നമുക്ക് അവിടുന്ന് അതിനുള്ള ജനറേറ്റഡ് ആകുന്നുണ്ടോ, ഇൻകം ജനറേറ്റഡ് ആകുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ട്രാൻസാക്ഷനുകളെല്ലാം റെക്കോർഡ് ചെയ്ത് പോയാലേ പറ്റത്തുള്ളൂ.
അതുകൊണ്ട് തന്നെ ഇന്റേണൽ ആയിട്ടുള്ള യൂസേഴ്സിലുള്ള അടുത്ത ഒരാളാണ് ആരെന്ന് പറയുന്നത്, എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിക്കോണം, ഇന്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്? മാനേജ്മെന്റും എംപ്ലോയീസുമാണ് എന്തെന്ന് പറയുന്നത്, ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, MD, മാനേജിംഗ് ഡയറക്ടർ, ഇതൊക്കെ വരുന്നത് ഇതിൻ്റെ അകത്ത് വരുന്നത്, ഈ മാനേജ്മെന്റിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആകുന്നതാണ്. ഇനി അടുത്താണ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പുറത്തായിരിക്കും ഇവരുള്ളത്, ബിസിനസ്സുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആയിരിക്കില്ല, പുറത്തായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ഇവർക്ക് എന്ത് ആവശ്യമാണ്, ഈ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡേറ്റാസ് ആക്സസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അല്ലെ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള യൂസേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെക്കുക, ഇൻവെസ്റ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഗവൺമെൻറ്, കസ്റ്റമർ, റിസർച്ചേഴ്സ്. ഓർത്ത് വെച്ചേ, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നമുക്കറിയാം, നമ്മൾ ഷെയറുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ, ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയറിലൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയാണ് ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ആ ഷെയറിൻ്റെ വാല്യൂ കൂടുമ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് മേക്ക് ചെയ്യണം, അല്ലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് കിട്ടണം എന്നുള്ളൊക്കെ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കമ്പനി, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അറിയണ്ടേ, എന്നാലേ നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് റെക്കോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട്, അതായത് ഈ ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അവരെന്താണ്, എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ്, ഒരു കമ്പനിയുടെ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, കടമായിട്ട് അല്ലെ, കടമായിട്ട് കൊടുക്കുന്ന ആളുകളൊക്കെ എന്താണ്, അവർക്ക് അത് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്ന ഏത് നോക്കിയാണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കിയാണ്. നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ തിരിച്ചു തരാൻ എബിലിറ്റി ഉള്ള ആളാണെങ്കിലല്ലേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ, അതായത് ഒരു ഫേമുമായിട്ട് എക്സ്റ്റേണലി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അവർ എന്താണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യപ്പെടുന്നുള്ള, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവർക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. ഒന്നുകൂടി പഠിച്ചു വെച്ചോണം, ആരൊക്കെയാണ്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, കസ്റ്റമർ ഉണ്ട്, റിസർച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെ എല്ലാം കൂടി, ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എല്ലാവരും കൂടി ഒന്നിച്ച് പറയുന്ന പേരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പറയാം, എക്സ്റ്റേണൽ യൂസേഴ്സിനകത്ത് ആര് വരുന്നുണ്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. കൃത്യമായി മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ്. ക്ലിയർ ആയല്ലോ മക്കളെ, എക്സ്റ്റേണൽ യൂസേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ യൂസറാണ്. ഒരു കമ്പനിയിൽ നിന്ന് അല്ലെ ഒരു പർട്ടിക്കുലർ ഫേമിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനി എത്രത്തോളം സ്റ്റേബിൾ ആണ്, എത്രത്തോളം ഫിനാൻഷ്യലി സ്ട്രോങ് ആണ് എന്നൊക്കെ അദ്ദേഹത്തിന് അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവർക്കും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഗവൺമെന്റ് പുതിയ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കിന്, അതിപ്പോൾ ഒരു കമ്പനി ടാക്സ് അടയ്ക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് അല്ലേ, കമ്പനികൾ എന്തടക്കുന്നുണ്ട്, ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന കമ്പനിയാണ്, അതിനനുസരിച്ചുള്ള ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് എന്തറിയണം, പ്രോപ്പർ ആയിട്ടുള്ള കമ്പനികളുടെ എന്തറിയേണ്ടതായിട്ട് വരും, ഈ ഒരു ഫിനാൻഷ്യൽ ഡേറ്റാസ് അറിയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവരെല്ലാം എന്താണ്, എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. കൃത്യമായി മനസ്സിലാക്കിച്ചോണം. ഇവരെ എന്താണ്, കളക്റ്റീവ്ലി മൊത്തത്തിൽ ഒന്നിച്ച് പറയുന്ന പേരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കണം കേട്ടോ. ഇന്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്, എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണെന്ന് മക്കളെ ചോദിക്കുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഇന്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചോണം. അടുത്തതാണ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചസ് ഒരുപാട് ബ്രാഞ്ചസ് ഇപ്പോൾ ഉണ്ട്, അപ്പം പക്ഷെ നമ്മൾ ശരിക്കും പ്രധാനമായിട്ടും അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചസ് നമ്മൾ എന്താണ്, PG ടെക്സ്റ്റുകളൊക്കെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 3 ബ്രാഞ്ചസ് ആണ് കാണിക്കുന്നത്. അതിനെ തന്നെ പലതായി പോയി ഇഷ്ടം പോലെ ബ്രാഞ്ചസ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള 3 ബ്രാഞ്ചസ് ആണ് നമ്മൾ പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് ഏതെന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. രണ്ടാമത്തതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മൂന്നാമത്തതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓർത്തു വെക്കുക,
ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചുകളാണ്. അതിലെ ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് ഏതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത് ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്രത്തോളം ഉണ്ട്, ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, ഒരു ഫേം അല്ലെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് അസസ് ചെയ്യാനും അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ട്. അതിനെയാണ് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ എന്നാണ് പറയുന്നത്. മോസ്റ്റ് പ്രോബബിലി ആ ഒരു അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് 1st April അല്ലേ, 1st April to 31st March ആണ്. 31st March ആണ് അല്ലേ, 31st March ആണ് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. കൃത്യമായി ഓർത്ത് വെച്ചോണം, 1st April to 31st March. അതായത് നമ്മൾ എന്താണ് ഒരു ബിസിനസ് നടത്താൻ പോവുകയാണ്, നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമുക്ക് എന്ത് വർഷം അവസാനമാകുമ്പോൾ ഒരു ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ എവിടം തൊട്ട് എവിടം വരെയുള്ള കണക്കുകളായിരിക്കും നോക്കുന്നത്. 1st April അതായത് അക്കൗണ്ടിങ് തുടങ്ങുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തുടങ്ങുന്ന ആ ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും 1st April തൊട്ട് 31st March വരെ ആയിരിക്കും. ചില കമ്പനികൾ ഫിനാൻഷ്യൽ ഇയർ കലണ്ടർ ഇയർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് 1st January to 31st March ആയിട്ട് ചില കമ്പനികൾ എന്താണ് കലണ്ടർ ഇയർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടും ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ് അവർ ഫോളോ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്, 1st April തുടങ്ങി 31st March വരെ ആയിരിക്കും ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് അവരെന്താണ് ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് അല്ലെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കാനായിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അതൊക്കെ പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്ത് പോകുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആദ്യം നമ്മൾ എങ്ങനെയാണ് സോഴ്സ് ഡോക്യുമെൻറ്റുകൾ നോക്കിക്കൊണ്ട് അല്ലെ, നമ്മളിപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബസ്സേ കയറി, നമുക്ക് ടിക്കറ്റ് കിട്ടി, നമ്മളൊരു സാധനം മേടിച്ചു, ഒരു ബില്ല് കിട്ടി, അല്ലെങ്കിൽ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്തു, ഒരു ഇൻവോയ്സ് കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ അത്തരത്തിലുള്ള എവിഡൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇവ നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ജേണലിലേക്ക് ഇതെല്ലാം എഴുതും. ജേണലിൽ നിന്ന് അത് ജേണലൈസ് ചെയ്തതിന് ശേഷം അത് പോസ്റ്റ് ചെയ്ത് എങ്ങോട്ട് മാറ്റും, ലെഡ്ജറിലേക്ക് മാറ്റും. ലെഡ്ജറിൽ നിന്ന് അത് ട്രയൽ ബാലൻസിലേക്ക് മാറ്റും. ട്രയൽ ബാലൻസിൽ നിന്ന് അത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ഈസിയാണ്. പക്ഷേ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചാണ് പറയുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചിലെ ആദ്യത്തെ ബ്രാഞ്ചാണ് ഏതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഓൾഡസ്റ്റ് ഫോമാണ്, അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പഴയ രൂപമാണ് ഏതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസസ് ഓഫ് ദി ഫേം, ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പെർഫോമൻസും ഫിനാൻഷ്യൽ പൊസിഷനും മനസ്സിലാക്കാനായിട്ട് വേണ്ടിയാണ് എന്ത് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്ത ഒന്നാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പേരിൽ നിന്ന് തന്നെ ഉണ്ട് അല്ലെ, ഒരു ബിസിനസ്സിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആർക്ക് എത്തിച്ചു കൊടുക്കുക, മാനേജ്മെന്റിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ് ഏതെന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഫണ്ട് ഫ്ലോ, നമ്മുടെ എത്രത്തോളം ഫണ്ട് നമ്മളിലേക്ക് ബിസിനസ്സിലേക്ക് വന്നു, ഏതെല്ലാം സോഴ്സിൽ നിന്നാണ് ഫണ്ട് വന്നത്, ഏതെല്ലാം രീതിയിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടായി എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുന്നതും, അതുപോലെ തന്നെ എന്താണ് ക്യാഷ് എത്രത്തോളം വന്നു, ക്യാഷ് എങ്ങനെയാണ് പോയത്, ക്യാഷ് ഫ്ലോയുടെ, അതുപോലെ തന്നെ റേഷ്യോ അനാലിസിസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഏതിലാണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലാണ്. ബിക്കോസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്, പ്രോപ്പറായിട്ട് ബിസിനസ്സിനെ അല്ലെ ആ ഒരു കമ്പനിയെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അത് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയാണ്. മാനേജ്മെന്റിന് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് കൊടുക്കുന്ന അക്കൗണ്ടിങ് ആണ് ഏതെന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. പ്രൊവൈഡിങ് ദ ഇൻഫർമേഷൻ ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് അല്ലേ, മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു ഫണ്ടിന്റെ സോഴ്സ് നമുക്കറിയാം, ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് ഒരു ബിസിനസ്സിലേക്ക് ഫണ്ട് വരാറുണ്ട് അല്ലേ. എന്നാണ് ഇപ്പം
നമുക്ക് എന്താണ് ഒരു ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിലൂടെ ഒക്കെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അസറ്റ് വിൽക്കുന്നതിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബിസിനസ്സിലേക്ക് ഫണ്ട് വരാറുണ്ട്. അതുപോലുള്ള ഫണ്ടുകളുടെ വരവും ഫണ്ടുകളുടെ സോഴ്സ് അല്ലെ ഫണ്ടുകളുടെ സോഴ്സ് കണ്ടെത്താറുണ്ട്. അതുപോലെ ഫണ്ടുകളുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. എങ്ങനെയെല്ലാമാണ് ഈ ഫണ്ട് എന്താണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെ ഫണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്യാഷിൻ്റെ വരവ്, ക്യാഷിൻ്റെ ഫ്ലോയ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കുക മാനേജ്മെന്റ്. ഏത് ഏരിയയാണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഏത് സെക്ഷനാണ് വീക്കായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് സെക്ഷനിൽ നിന്നാണ് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടുന്നത്, ഇങ്ങനെയുള്ള പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി, പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാനായിട്ട്, പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് മാനേജ്മെന്റിനെ സഹായിക്കുന്ന അക്കൗണ്ടിങ് ആണ് ഏതെന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. കൃത്യമായി മനസ്സിലാക്കുക. പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് അടുത്തതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. നമുക്ക് പേരിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. കോസ്റ്റ് എത്രത്തോളം ഉണ്ട്, അല്ലെ കോസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്ട്സ് ഓർ സർവീസസ്. ഒരു ബിസിനസ്സിലെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് എന്താണ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഫുൾഫില്ല് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം കോസ്റ്റ് ഇൻക്വയർ ആയി, അല്ലെ നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള കോസ്റ്റസ് ഉണ്ടാകാറുണ്ട്, അല്ലെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ടാകാറുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെലവുകൾ ഉണ്ടാകാറുണ്ട്. ഇപ്പം ഇത്തരത്തിലുള്ള കോസ്റ്റുകൾ എങ്ങനെയാണ് ഉണ്ടായേക്കുന്നത്, എത്രത്തോളം ഉണ്ടായി എന്ന് അസർട്ടൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ് ഏതെന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ടൈപ്സ് ഉണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്. ഡിറ്റർമിനിങ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ഒരു ഓവറോൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിലൊക്കെ ഉണ്ടാകുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ അസർട്ടൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്. ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ എന്താണ് ഒരുപാട് അക്കൗണ്ടിങ് ബ്രാഞ്ചസ് പഠിക്കുന്നുണ്ട്. എൻവയോൺമെന്റൽ അക്കൗണ്ടിങ് ഉണ്ട്, സോഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഉണ്ട്. അങ്ങനെ ഒരുപാട് അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് പറയാം. മെയിൻ ആയിട്ടുമുള്ള 3 ബ്രാഞ്ചസ് ആണ് ഏതൊക്കെയെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. മക്കളെ ക്ലിയർ ആയോ? കൃത്യമായി മനസ്സിലായോ? മനസ്സിലാക്കി വെക്കണം, കൃത്യമായി മനസ്സിലാക്കി വെക്കണം. നമുക്ക് പഠിക്കേണ്ടതാണ്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ച് പോകേണ്ടതാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി എന്താണെന്ന് പഠിച്ചു നോക്കാം അല്ലെ. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഇൻ ടു പ്രാക്ടീസസ് ബൈ അക്കൗണ്ടന്റ്. ഒരു അക്കൗണ്ടന്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കും. ഇനി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസുകൾ ഒരു അക്കൗണ്ടന്റ് പ്രാക്ടീസിൽ കൊണ്ടുവരുന്നതിനെയാണ്, നടപ്പിലാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ കണ്ടോണം, ഇത് ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഈസ് കോൾഡ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? അല്ല, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഇൻ ടു പ്രാക്ടീസസ് ബൈ ആൻ അക്കൗണ്ടന്റ് ഈസ് കോൾഡ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ എന്നാ മക്കളെ? കൃത്യമായി മനസ്സിലാക്കി വെച്ചേ. പുതിയതായിട്ട് ഈ സബ്ജക്റ്റ് പഠിക്കുന്നവർ ഒരു കാരണവശാലും പേടിക്കരുത്. കൃത്യമായി പഠിക്കുക, കൃത്യമായി മനസ്സിലാക്കുക. ആദ്യത്തെ ഒരു പാടേ ഉള്ളൂ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമ്മൾ കണക്കിലേക്കൊക്കെ കയറുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് പഠിച്ച് പോകാം. ഇതൊരു തുടക്കമാകട്ടെ. കൃത്യമായി നമ്മളോടൊപ്പം തന്നെ പഠിക്കുക. നമ്മൾ മോട്ടിവേറ്റഡ് ആകണം. എപ്പോഴും പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുക അല്ല ചെയ്യുന്നത്. നമ്മളോടൊപ്പം ചേർന്ന് പഠിച്ചെടുക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ മുന്നേറുക. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഓർത്ത് വെക്കുക. ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ടു പ്രാക്ടീസസ് ബൈ ആൻ അക്കൗണ്ടന്റ്. ഒരു അക്കൗണ്ടന്റ് എന്ത് ചെയ്യാണ്? ഈ അക്കൗണ്ടിങ്ങിനകത്ത് ഒരുപാട് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അക്കൗണ്ടിങ്ങിനകത്തുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് ആണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, എന്താണ്? പണപരമായിട്ടുള്ള ട്രാൻസാക്ഷനുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. വേറെ കോൺസെപ്റ്റുകളുണ്ട്. ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെയും ബിസിനസ്മാനെയും രണ്ട് സെപ്പറേറ്റ് വ്യക്തികളാണ്, രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റികളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഒരു ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതുപോലുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളുണ്ട്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസുകളുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുകയാണ്? പ്രാക്ടീസിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേ കൊണ്ടുവരുന്ന ഒരു അക്കൗണ്ടന്റ് കൊണ്ടുവരുന്നതാണ് ഏതെന്ന് പറയുന്നത് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനുകളെ എന്ത് ചെയ്യുകയാണ്? ഒരു പ്രാക്ടിക്കൽ വേയിലേക്ക്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസുകളെയൊക്കെ ഒരു പ്രാക്ടിക്കൽ വേയിൽ. ഇപ്പോൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ഫോളോ ചെയ്തിട്ട് പോവുക? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. മാറിപ്പോകരുത്. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും തെറ്റിക്കരുത്.
ഇനി അടുത്ത നോക്കിയാൽ മക്കളെ, ദ ടേംസ് റിലേറ്റഡ് ടു അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ടേമുകൾ നമുക്ക് പഠിക്കാം. ആദ്യത്തേതാണ് ഏതെന്ന് പറയുന്നത് ബിസിനസ്. എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ. അവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമൻ ആക്ടിവിറ്റി. ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? എ ഹ്യൂമൻ ആക്ടിവിറ്റി ഇൻവോൾവിംഗ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ വാല്യൂ എയിംഡ് അറ്റ് മേക്കിംഗ് പ്രോഫിറ്റ് ബൈ പ്രൊവൈഡിങ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നാ പറഞ്ഞത്. ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിയാണ്. ഇവിടെ എന്ത് ഇൻവോൾവ് ആകുന്നുണ്ട്? ഗുഡ്സിന്റെയും സർവീസസിന്റെയും എക്സ്ചേഞ്ച് ഇൻവോൾവ് ആകുന്നുണ്ട്. എന്താണ്? ഒരു വാല്യൂ വെച്ചുകൊണ്ട് ഗുഡ്സും സർവീസസും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? ബിസിനസ് എന്ന് പറയുന്നത്. ഈ ബിസിനസിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മേക്ക് ചെയ്യുക. ബിസിനസിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്താണ്? പ്രോഫിറ്റ് മേക്ക് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് നടത്തുന്നത്? ഒരു ബിസിനസ് നടത്തുന്നത്. അപ്പൊ അതൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. പ്രോഫിറ്റ് മേക്കിംഗ് അല്ലെ, അത് അൾട്ടിമേറ്റ് എയിം അല്ലെ, ദ മെയിൻ എയിം ഓഫ് ബിസിനസ്. ബിസിനസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഏതാണ്? പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗുഡ്സും സർവീസസും ഒക്കെ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഹ്യൂമൻ ആക്ടിവിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് എ ഹ്യൂമൻ ആക്ടിവിറ്റി ഇൻവോൾവിംഗ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ വാല്യൂ എയിംഡ് അറ്റ് മേക്കിംഗ് പ്രോഫിറ്റ് ബൈ പ്രൊവൈഡിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ ആണല്ലോ മക്കളെ? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്താണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടപാടുകൾ അല്ലെ. ദ എനി ഫിനാൻഷ്യൽ ആക്ഷൻ ബിറ്റ്വീൻ ടു പേഴ്സൺസ് ഓർ എ ഫേം അല്ലെ. ഏതെങ്കിലും രീതിയിലുള്ള ഫിനാൻഷ്യൽ ആക്ഷനുകളാണ് അല്ലെ. ഫിനാൻഷ്യൽ ആയിട്ട് പണപരമായിട്ടുള്ള ഇടപാടുകൾ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പണപരമായിട്ടുള്ള ഇടപാടുകൾ ഏതെങ്കിലും രീതിയിലുള്ള എന്താണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആക്ഷനുകളെയാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? അതായത് നമ്മളൊരു ബിസിനസ്സിലേക്ക് എന്താണ് സാധനങ്ങൾ വാങ്ങുകയോ സാധനങ്ങൾ വിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന പണപരമായിട്ടുള്ള ഇടപാടുകളെയാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ട്രാൻസാക്ഷൻസ് രണ്ട് രീതിയിലുണ്ട്. മോണിറ്ററി ട്രാൻസാക്ഷനും ഉണ്ട്, നോൺ മോണിറ്ററി ട്രാൻസാക്ഷനും ഉണ്ട്. അപ്പോൾ മോണിറ്ററി ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യത്തുള്ളൂ? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി നല്ല രീതിയിൽ പെർഫോം ചെയ്തു, അയാൾ വളരെയധികം എന്താണ് പഞ്ച്വലാണ്. ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? വളരെയധികം പഞ്ച്വലാണ് എന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റും? അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അദ്ദേഹം എന്താണ്? അദ്ദേഹം നല്ല രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു. ഇത്ര രൂപ എന്താണ് അദ്ദേഹത്തിൻ്റെ എഫേർട്ട് കൊണ്ട് ഇത്ര രൂപ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ് പണപരമായിട്ടുള്ള ഇടപാടുകൾ മാത്രം, മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷനുകൾ മാത്രമേ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. എല്ലാ ജോലിയും മോണിറ്ററി ആണ്. ഇപ്പൊ അമ്മ വീട്ടിൽ ചെയ്യുന്ന ജോലി എന്താണ്? അത് പ്രതിഫലം കിട്ടുന്നതാണോ? പണപരമായിട്ടുള്ള ഒരു ജോലിയാണോ? വീട് വൃത്തിയാക്കുന്നതോ ഒക്കെ ഒന്നും അല്ലല്ലോ. അല്ലെ അമ്മ അവിടെ വീട്ടിലെ തുണി അലക്കുന്നു, വീട്ടിൽ കഞ്ഞിയും കറി വെക്കുന്നു, ഇതൊക്കെ എന്താണ്? ഒരു ജോലിയാണ്. പക്ഷെ അവിടെ എന്ത് കിട്ടുന്നില്ല? ഇവിടെ എല്ലാം ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അവിടെ പണം കിട്ടുന്നുണ്ടോ? അത് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് വരത്തില്ല. പക്ഷേ എന്താണ്? മറ്റൊരു വീട്ടിൽ പോയ ഒരു സ്ത്രീ എന്ത് ചെയ്യുകയാണ്? ജോലി ചെയ്യുകയും ആ വീട്ടിലെ അതേ ജോലി തന്നെ, സ്വന്തം വീട്ടിൽ ചെയ്യുന്ന അതേ ജോലി തന്നെ ആ സ്ത്രീ മറ്റൊരു വീട്ടിൽ പോയി ജോലി ചെയ്യുകയും അവിടെ നിന്ന് പണം വാങ്ങുകയും ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാനായിട്ട് പറ്റും? റെക്കോർഡ് ചെയ്യാനായിട്ട്, അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് അതെന്താണ്? പണപരമായിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ പണപരമായിട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രമേ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. മോണിറ്ററി ട്രാൻസാക്ഷൻ രണ്ട് രീതിയിലുണ്ട്. മോണിറ്ററി ഉണ്ട്, നോൺ മോണിറ്ററി ഉണ്ട്. നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ നമ്മൾ എന്തിൽ റെക്കോർഡ് ചെയ്യത്തില്ല? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യത്തില്ല. നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യത്തില്ല, മോണിറ്ററി ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്തുള്ളൂ. ഇനി നമുക്ക് നോക്കാം എന്താണ് ബാർട്ടർ സിസ്റ്റം. നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഒന്നുമില്ല, കമ്മോഡിറ്റീസ് എക്സ്ചേഞ്ച്ഡ് ഫോർ ദ കമ്മോഡിറ്റീസ്. അതായത് രാജിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, രാജിനിയുടെ കയ്യിൽ എന്താണ് കുറച്ച് പരദൂഷണമല്ല, കുറച്ച് എന്താണ് രാജിനിയുടെ കയ്യിൽ കുറച്ച് മുട്ടയുണ്ടെന്ന് വിചാരിക്കുക. കോഴിയെ വളർത്തുന്ന ഒരാളായിരുന്നു രാജിനിയുടെ കയ്യിൽ കുറച്ചധികം മുട്ടയുണ്ടായിരുന്നു. ഡെന്നീസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾ പശുവിനെ വളർത്തുന്ന ആളാണെന്ന് വിചാരിക്കുക. അയാളുടെ കയ്യിൽ എന്തുണ്ട്? പശുവിനെ വളർത്തി ഇഷ്ടം പോലെ പാല് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യാണ്? ഇയാളുടെ കയ്യിലുള്ള പാല് കൊടുത്തിട്ട് രാജിനിയുടെ കയ്യിലുള്ള മുട്ട വാങ്ങും. ഓക്കെ ആണല്ലോ? പാല് കൊടുത്ത് എന്ത് വാങ്ങുകയാണ്? മുട്ട വാങ്ങുകയാണ്. അല്ലെങ്കിൽ എന്താണ്? ഒരാൾക്ക് കൊടുക്കാനുള്ളത് 10 തേങ്ങയാണ്, മറ്റൊരാൾക്ക് വാങ്ങാനുള്ളത് 10 എന്താണ്
എന്താണ് ചക്കയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ചക്ക കൊടുത്ത് മാങ്ങ വാങ്ങുക, അതായത് ഈ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യാണ്, കമ്മോഡിറ്റി കൊടുത്ത് കമ്മോഡിറ്റി വാങ്ങുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ന് അത് നിലനിൽക്കുന്നൊന്നുമില്ല. പണ്ട് കാലത്ത് എന്തായിരുന്നു നമ്മളുടെ എന്താണ് ഈ ഒരു നാണയങ്ങൾ അല്ലെ പൈസകൾ ഇങ്ങനെയൊന്നും വരാത്ത, കറൻസി ഒന്നും ഇംപ്ലിമെൻ്റ് ആകാത്ത ആ ഒരു സിറ്റുവേഷനിലായിരുന്നു എന്ത് ഫോളോ ചെയ്തിരുന്നത്, ഈ ബാർട്ടർ സിസ്റ്റം ഫോളോ ചെയ്ത്. ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത് മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അതായത് ഞാൻ കൊടുക്കുന്ന സാധനത്തിന് തുല്യമാണോ അവൻ എനിക്ക് തിരിച്ചു തരുന്ന സാധനം എന്നുള്ളത് ആ ഒരു വാല്യൂ മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അതൊരു വലിയ ഡ്രോബാക്ക് ആയിരുന്നു എന്തിൻ്റെ ബാർട്ടർ സിസ്റ്റത്തിന്. അതിൻ്റെയൊക്കെ പോരായ്മ പരിഹരിച്ചുകൊണ്ടാണ് എന്ത് വന്നത്, ഈ ക്യാഷ് ഇംപ്ലിമെൻറ്റഡ് ആയത് അല്ലേ, ക്യാഷ് ഇംപ്ലിമെൻറ്റഡ് ആയത്, കറൻസി ഇംപ്ലിമെൻറ്റഡ് ആയത്. അപ്പോൾ ഓർത്ത് വെക്കുക, ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റി കൊടുത്ത് മറ്റൊരു കമ്മോഡിറ്റി വാങ്ങുന്ന ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഓർത്ത് വെച്ചാൽ മതി ബാർട്ടർ സിസ്റ്റം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിൽക്കാനായിട്ടല്ല, എൻ്റെ കയ്യിൽ എന്താണ് കുറച്ചധികം വാഴ കൃഷി ചെയ്ത് കുറച്ചധികം ഏത്തക്കൊലയുണ്ട്, പക്ഷേ എനിക്ക് ആവശ്യമായിട്ട് ഉള്ളത് അരിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഈ ഏത്തക്കൊല കൊടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്, നെല്ല് കൃഷി ചെയ്തവൻ്റെ കയ്യിൽ നിന്ന് അരി മേടിക്കുന്നു, അത്ര ഓർത്താൽ മതി. അതിനെയാണല്ലോ ഇപ്പോൾ ഏത്തക്കൊലയ്ക്ക് തുല്യമായിട്ടുള്ള അരിയാണോ എനിക്ക് കിട്ടുന്നതെന്നുള്ള ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആകത്തില്ല ഏതിൽ കേസിൽ, ബാർട്ടർ സിസ്റ്റത്തിൽ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണം, അതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ 100 കോക്കനട്ട് എക്സ്ചേഞ്ച് ഫോർ 50 മാംഗോ. 500 മാംഗോയ്ക്ക് 100 കോക്കനട്ട് 100 തേങ്ങ കൊടുത്തുകൊണ്ട് 500 മാംഗോ വാങ്ങിക്കുന്ന അതൊരു എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് ബാർട്ടർ സിസ്റ്റത്തിന്റെ. കമ്മോഡിറ്റി കൊടുത്ത് കമ്മോഡിറ്റി വാങ്ങുന്നു. ഇനി അടുത്താണ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ a financial action involving buying, selling or exchanging the value, creating an effort on the business resources. അപ്പം ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബൈയിങ്ങോ സെല്ലിങ്ങോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച്, ദ വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബിസിനസ് റിസോഴ്സുകളെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടന്നു കഴിഞ്ഞാൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഇടപാടുകളെയാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ബൈയിങ്, സെല്ലിങ്, എക്സ്ചേഞ്ച് ഒക്കെയാണ് ഏതിൽ വരുന്നത്, ബിസിനസ് ട്രാൻസാക്ഷനിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷന്റെ ടൈപ്പാണ് പറയുന്നത്. ക്യാഷ് ട്രാൻസാക്ഷനുമുണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷനുമുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷനുമുണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷനുമുണ്ട് എന്ന് ഓർത്ത് വെക്കുക. രണ്ട് തരത്തിലാണ് ബിസിനസ് ട്രാൻസാക്ഷൻ വരുന്നത്. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറയാണ്, ഒരു പലചരക്ക് കട നടത്തുന്ന ആളാണ് നമ്മളുടെ എന്താണ് ഡെന്നീസ് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുകയാണ്, ഒരു പലചരക്ക് കട നടത്തുകയാണെന്ന് വിചാരിക്കുക. ഡെന്നീസിന് എന്താണ് അരിയുണ്ട്, അല്ലെങ്കിൽ എന്താണ് അരി പച്ചക്കറികൾ എല്ലാം ഉള്ള ഒരു എന്താണ് ഒരു പലചരക്ക് കട നമ്മളുടെ എന്താണ് പാലാ സെൻറ്ററിൽ തന്നെ, കോട്ടയം പാലാ സെൻറ്ററിലായിട്ട് എന്ത് നടത്താൻ പോവാണ്, ഒരു എന്താണ് അരിക്കച്ചവടം നടത്തുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത് ഡെന്നീസ്. ഡെന്നീസ് എന്ത് ചെയ്യാണ്, ആൾക്കാർ വരുന്നു, ഡെന്നീസിൻ്റെ കയ്യിൽ ക്യാഷ് കൊടുത്തിട്ട് അരി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം, ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. അതായത് പണം കൊടുത്ത് എന്ത് ചെയ്യുകയാണ്, സാധനം വാങ്ങിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം, ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ക്യാഷ് വാങ്ങിച്ചിട്ട് എന്ത് കൊടുക്കുകയാണ്, ക്യാഷ് വാങ്ങിച്ചിട്ട് എന്ത് കൊടുക്കുകയാണ്, സാധനം കൊടുക്കുകയാണെങ്കിൽ അതിനെ ക്യാഷ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്തിട്ട് എന്ത് വാങ്ങിച്ചു, ഫർണിച്ചർ വാങ്ങിച്ചു. അവിടെ അത് ഏത് ട്രാൻസാക്ഷനാണ്, ക്യാഷ് ട്രാൻസാക്ഷനാണ്. പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് തന്നെ തന്നാലും അതിൻ്റെ കൂടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതെന്താണ്, ക്യാഷ് ട്രാൻസാക്ഷനാണ്. ഇനി പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം അഖിൽ, അഖിലിൻ്റെ കയ്യിൽ നിന്ന് എന്ത് പർച്ചേസ് ചെയ്തു, ഫർണിച്ചർ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വ്യക്തിയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്, ക്യാഷ് ആയിട്ടാണ് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതെന്തായിട്ട് മാറും, ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് മാറും. നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം, മനസ്സിലാവും. ഇപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് ക്യാഷ് ട്രാൻസാക്ഷനും ഉണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ഉണ്ട്. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഓർ പ്രോംപ്റ്റ് റെസിപ്റ്റ് പേയ്മെന്റ് ഫോർ ക്യാഷ്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് പേ ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് സാധനം വാങ്ങി അവിടെ ക്യാഷ് കൊടുത്തു, അങ്ങനെയാണ് എങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസാക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിയേ, ദ ബ്രോഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ഓഫ് റുപ്പീസ് എത്രയാണ്, അതായത് ഫർണിച്ചർ വാങ്ങി 10,000 രൂപയ്ക്ക് അന്നേരം തന്നെ ക്യാഷ് കൊടുത്തു. ഇനി ഇതില്ലെങ്കിലും എന്താണ്, ബ്രോഡ് ഫർണിച്ചർ റുപ്പീസ് 1000 എന്ന് പറഞ്ഞാലും അതെന്ത് തന്നെയാണ്, ക്യാഷ് ട്രാൻസാക്ഷൻ തന്നെയാണ്. ഇനി ബ്രോഡ് ഫർണിച്ചർ ഫ്രം അഖിലിന്റെ അടുത്ത് നിന്ന് വാങ്ങി എന്ന് പറയാന്ന് വിചാരിക്കുക. അഖിലിന്റെ കയ്യിൽ നിന്ന് ഫർണിച്ചർ വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെന്ന് ഓർത്ത് വെച്ചോളൂ. കടമായിട്ടാണ് വാങ്ങിയതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ട്രാൻസാക്ഷൻ തന്നിട്ട് അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ അത് എന്താണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ക്യാഷ് എന്ന ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
ബ്രോഡ് ഫർണിച്ചർ പെയ്ഡ് ബൈ ക്യാഷ്, അല്ലെ ക്യാഷ് കൊടുത്ത് എന്ത് വാങ്ങിച്ചു, ഫർണിച്ചർ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഇനി ചുമ്മാ ബ്രോഡ് ഫർണിച്ചർ അല്ലെ പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് മാത്രമാണ് തന്നേക്കുന്നെങ്കിലും അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഏതെങ്കിലും പർട്ടിക്കുലർ വ്യക്തിയുടെയോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ പേരുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് എന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ മക്കളെ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോണം. അടുത്തതാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ദ പേയ്മെന്റ് ഓർ റെസിപ്റ്റ് എന്നാണ് പോസ്റ്റ്പോൺഡ് ടു എ ഫ്യൂച്ചർ ഡേറ്റ്. അതായത് സാധനം വാങ്ങിച്ചു, ഡെന്നീസിന്റെ അരിക്കടയിൽ പോയിട്ട് എന്ത് ചെയ്തു, വിഷ്ണു പോയിട്ട് ഡെന്നീസിന്റെ അരിക്കടയിൽ പോയി സാധനം വാങ്ങിച്ചു, എന്നിട്ട് എന്ത് ചെയ്തില്ല, ക്യാഷ് ഇപ്പൊ തരത്തില്ല ഡെന്നീസെ, ഞാൻ ഒരു ആഴ്ച കഴിഞ്ഞ് തരാം അല്ലെ 2 ആഴ്ച കഴിഞ്ഞ് തരാം, ഒരു ഫ്യൂച്ചർ ഡേറ്റ് പറയുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിയേ, ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം രാജു ആൻഡ് കമ്പനി. രാജു ആൻഡ് കമ്പനിയിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, 10,000 രൂപയുടെ ഗുഡ്സ് രാജു ആൻഡ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അവിടെ നോക്കിയേ, ഒരു വ്യക്തിയുടെ അല്ലെ കമ്പനിയുടെ പേര് പറഞ്ഞിട്ടില്ലേ, അങ്ങനെയാണ് എങ്കിൽ അത് ഏത് ട്രാൻസാക്ഷൻ ആണ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ഇപ്പൊ അതില്ലാതെ ഗുഡ്സ് പർച്ചേസ്ഡ് റുപ്പീസ് 10,000 എന്ന് പറഞ്ഞാൽ അത് ഏതാണ്, ഗുഡ്സ് പർച്ചേസ്ഡ് റുപ്പീസ് 10,000 എന്ന് പറഞ്ഞാൽ അത് ഏതാണ്, ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. മക്കളെ അത് കൃത്യമായി മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, റെന്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെന്റ് കൊടുത്തു, റെന്റ് പേ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ, ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. റെന്റ് പേ ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ എന്താണ് ഒരു വ്യക്തിയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, അതൊരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഇനി എന്താണ്, സോൾഡ് ഗുഡ്സ് ടു അരുൺ, അരുണിന് എന്ത് ചെയ്തു, സാധനം വിറ്റു എന്നാണ് പറഞ്ഞേക്കുന്നത്. അരുണ് പൈസ തന്നെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല, അരുൺ എന്നുള്ള വ്യക്തിയുടെ പേരാണ്. അപ്പോൾ അതൊരു ക്രെഡിറ്റ് സെയിലാണ്, അതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് അല്ലെ, ക്രെഡിറ്റ് സെയിലാണ്. സോൾഡ് ഗുഡ്സ് ടു അരുൺ അല്ലെ, അരുണിന് സാധനം വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രെഡിറ്റ് ആയിട്ടുള്ള, ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത് എന്താണ്, ക്രെഡിറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്. ഇനി നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം, ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം, വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണെന്ന് നിൽക്കുന്നത്, ബുക്ക് കീപ്പിംഗ് ഇൻവോൾവ്സ് ദ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. നോക്കിയേ, അക്കൗണ്ടിങ് ഇൻവോൾവ്സ് ദ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അനലൈസിസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഫിനാൻഷ്യൽ ഇൻഫർമേഷനുകളെ ഇന്റർപ്രറ്റ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ഏതിൽ ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നുണ്ട്. 2 സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ മക്കളെ? അതായത് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡിംഗ് മാത്രമാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോൾവ്സ് ദ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അനലൈസിസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. രണ്ടും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാ, both the statements are true. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കൃത്യമായി മനസ്സിലാക്കണം. ബുക്ക് കീപ്പിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി റെക്കോർഡിംഗ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വൈൽ അക്കൗണ്ടിംഗ് എക്സ്റ്റെൻഡഡ് ടു ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ ഫിനാൻഷ്യൽ ഡേറ്റാസ്. കൃത്യമായി മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിക്കരുത്. ഇനി അടുത്തത് നോക്കിയാൽ മക്കളെ, ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദി അക്കൗണ്ടിംഗ് പ്രോസസ്. അക്കൗണ്ടിംഗ് പ്രോസസ്സിന്റെ ആ ഒരു സീക്വൻസ് ഒന്ന് കറക്റ്റ് ആയിട്ട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. റെക്കോർഡിംഗ്, സമ്മറൈസിംഗ്, ക്ലാസിഫൈയിങ്, ഇന്റർപ്രറ്റിംഗ് ആണോ, സമ്മറൈസിംഗ്, ക്ലാസിഫൈയിങ്, റെക്കോർഡിംഗ്, ഇന്റർപ്രറ്റിംഗ് ആണോ, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ്, ഇന്റർപ്രറ്റിംഗ് ആണോ, ക്ലാസിഫൈയിങ്, റെക്കോർഡിംഗ്, സമ്മറൈസിംഗ്, ഇന്റർപ്രറ്റിംഗ് ആണോ, ഏതാണ്? നമ്മൾ ആ ഡെഫിനിഷൻ ഓർത്താൽ മതി. അക്കൗണ്ടിംഗ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ്, ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് അല്ലേ? അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ദ അക്കൗണ്ടിംഗ് പ്രോസസ് ബിഗിൻ വിത്ത് ദ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ, ദെൻ ഫോളോ ദ ക്ലാസിഫൈയിങ് ദം, സമ്മറൈസിംഗ് ദ ഡേറ്റ ആൻഡ് ഫൈനലി ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്. ഓക്കെ ആണല്ലോ മക്കളെ? കൃത്യമായി മനസ്സിലാക്കണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യതയുണ്ട്. അടുത്തത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്ലി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിംഗ്. അക്കൗണ്ടിങ്ങിനെയും ബുക്ക് കീപ്പിങ്ങിനെയും ശരിയായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ബുക്ക് കീപ്പിംഗ് ഇൻവോൾവ്സ് ദ സമ്മറൈസിംഗ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമ്മറൈസ് ചെയ്യുകയാണ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണോ? അപ്പോൾ തന്നെ അത് തെറ്റാണ്. രണ്ടാമത് നോക്കിയേ, അക്കൗണ്ടിംഗ് ബിഗിൻസ് വെയർ ബുക്ക് കീപ്പിംഗ് എൻഡ്. അക്കൗണ്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബുക്ക് കീപ്പിംഗ് അവസാനിക്കും
ചെയ്യുമ്പോഴാണ് ആസ് ഇറ്റ്സ് ഇൻക്ലൂഡ്സ് ദ ഇന്റർപ്രറ്റിംഗ് ദ ഫിനാൻഷ്യൽ ഡേറ്റ. അതുകൊണ്ട് പറഞ്ഞാൽ എന്താണ്, ഫിനാൻഷ്യൽ ഡേറ്റാസ് ഇന്റർപ്രറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഏതിനകത്താണ്, അക്കൗണ്ടിങ്ങിലാണെന്നാണ് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ബുക്ക് കീപ്പിംഗ് എന്ത് ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് തുടങ്ങും, അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അടുത്ത നോക്കിയേ, ബുക്ക് കീപ്പിംഗ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ഇന്റർപ്രിട്ടേഷൻ. ഫിനാൻഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടോ ബുക്ക് കീപ്പിംഗിൽ? ഇല്ല, അതും തെറ്റായിട്ടുള്ളതാണ്. ഇനി അടുത്ത നോക്കിയേ, ബോത്ത് ദ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് ആർ എന്താണ്, അൺറിലേറ്റഡ് പ്രോസസ്സ്, റിലേറ്റ് ചെയ്യാത്ത പ്രോസസ്സുകളാണ് ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പം ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ശരിയായിട്ടുള്ള, അതിന് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇങ്ങനെ പഠിക്കണം. ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി അതിന്റെ MCQസും ചെയ്ത് ആൻസർ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇവിടെ നോക്കിയാൽ ബുക്ക് കീപ്പിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷനുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. വേർ ദ അക്കൗണ്ടിംഗ് ഇൻവോൾവ്സ് ദ ക്ലാസിഫിക്കേഷൻ, സമ്മറൈസസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡേറ്റ. ഫിനാൻഷ്യൽ ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അല്ലേ? അത് മനസ്സിലാക്കി വെച്ചോണം. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് നമ്മൾ ഇന്ന് പഠിച്ചേക്കുന്ന ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷനുകളാണ് പഠിച്ചത്, അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളാണ് പഠിച്ചത്, അക്കൗണ്ടിങ് ഏരിയയാണ് പഠിച്ചത്. അപ്പം നിങ്ങളത് കൃത്യമായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട് MCQs ഒക്കെ വർക്കൗട്ട് ചെയ്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച ഈസി ആയിട്ട് നമുക്ക് ഈ എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാവുന്നേ, വലിയ പാടൊന്നും ഇല്ലെന്നേ. ഒരു ഏരിയ പഠിക്കുന്നു, നമ്മൾ MCQs ചെയ്യുന്നു, നമ്മളുണ്ട് കൂടെ. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കും, നമ്മൾ ഈ എക്സാം ക്രാക്ക് ചെയ്ത് തന്നെ എടുക്കും. അപ്പം ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ട് പഠിക്കും എന്ന് ഉറപ്പിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്